ലൈറ്റ് ക്യാമറ ടോക്ക്. പൊന്മാന്റെ ക്രിയേറ്റർ, അതിലെ നായിക, രണ്ടുപേരുമാണ് ഇന്നത്തെ നമ്മുടെ ഹീറോസ്. അപ്പൊ വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. ജ്യോതിഷേട്ടാ, ഇത്രയും നാള് ആർട്ട് ഡയറക്ടർ ആയിട്ട് നിന്നിട്ട് ഞാൻ ഇനി ഡയറക്ഷൻ ചെയ്യാം എന്ന് തീരുമാനിക്കുമ്പോ അത് പൊന്മാൻ ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കാൻ ഒരു കാരണം വേണല്ലോ, അതെന്തായിരുന്നു? അത് ഇത്രയും നാൾ ആർട്ട് ഞാൻ സംവിധായകനാകാൻ വേണ്ടി വന്ന ആളാണ് സിനിമയിൽ. അപ്പം ഞാനൊരു ശില്പിയാണ്, ഞാൻ മലയാളം സ്കൂളിൽ പഠിച്ച ശില്പിയാണ്. അപ്പം ഇങ്ങനെ സിനിമ മോഹമായിരുന്നു, ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ചിട്ട് കൊല്ലത്ത് കുറേ കാലം ഉണ്ടായിരുന്നു. അത് രണ്ടാമത് ഞാൻ പറയാം. തിരുവനന്തപുരത്ത് ഇന്ന സമയത്ത് ദിവസം രാത്രിയിൽ ഞങ്ങൾ കള്ളുപിടിച്ച് കൊടുത്ത് തോന്നിയതാണ് നാളെ സിനിമ വരണമെന്ന്. പിറ്റേന്ന് രാവിലെ സിനിമ വന്ന ആളാണ് ഞാൻ. അങ്ങനെയാണ് എൻ്റെ സിനിമ എൻട്രി. അപ്പോൾ അവിടെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് വന്നത്. പക്ഷേ ഞാൻ അത്യാവശ്യം കലാപ്രവർത്തനം ശില്പി കൂടെയൊക്കെ ആയതുകൊണ്ട് സാലു കെ ജോർജിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ സിനിമയിൽ ആർട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് തുടങ്ങി. അങ്ങനെ നോക്കിയപ്പോൾ കൊള്ളാം, അസിസ്റ്റൻ്റ് ഡയറക്ടർ ആകാതിനെക്കാട്ടി നല്ലത് ആർട്ട് അസിസ്റ്റൻ്റായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ കാശും കിട്ടും, ഓരോ സിനിമ കഴിയുമ്പോൾ ഓരോ സംവിധായകരോട് വർക്ക് ചെയ്യാം. അങ്ങനെ പൊന്മാൻ എത്താൻ 13 കൊല്ലം എടുത്തു. 13 കൊല്ലം. ഈ 13 years ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് സെറ്റ് അല്ല എന്ന് തോന്നുന്നതാണ് ഒരു ആർട്ട് ഡയറക്ടറിന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന്. അതിൽ നമുക്കിപ്പോ ഈ 13 വർഷത്തില് സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ ഒരുപാട് വർക്കുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ പക്ഷെ ഇപ്പൊ നമ്മള് സപ്പോസ് നമ്മള് ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഡയറക്ടറെ അടുത്ത് പോവാണ്, അപ്പൊ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറെ അടുത്ത് പോവാണ്, അയാളുടെ അടുത്തൊരു സിനിമയും കൊണ്ട് പോകുമ്പോ എന്റെ വർക്ക് ഇതാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ ഒരൊറ്റ ഓപ്ഷൻ, ഒരൊറ്റ വർക്കേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഏതാ കാണിച്ചു കൊടുക്ക? അങ്ങനെ ഒരു വർക്ക് അങ്ങനെ സ്പെഷ്യൽ ഇല്ല എനിക്ക്. ഞാൻ ചെയ്യുന്നതല്ല എനിക്ക് സ്പെഷ്യലാ. പിന്നെ ഓരോ കഥയ്ക്ക് ചേരുന്ന പശ്ചാത്തലം. ഇപ്പൊ കുമ്പളങ്ങി നഴ്സിന്റെ ആർട്ട് അല്ലല്ലോ ബ്രഹ്മയുഗത്തിന് വേണ്ടത്. ബ്രഹ്മയുഗത്തിന് വേണ്ട ആർട്ടല്ല എന്നാൽ താൻ കേസ് കൊടുന് വേണ്ടത്. എന്നാൽ താൻ കേസ് കൊടുന് വേണ്ട ആർട്ടല്ല ആൻഡ്രോയിഡ് കുഞ്ഞപ്പിന് വേണ്ടത്. അതിന് ആൻഡ്രോയിഡ് കുഞ്ഞപ്പിനുള്ളതല്ലല്ലോ നീല വെളിച്ചത്തിന് വേണ്ടത്. ഓരോ സിനിമയ്ക്കും ചേരുന്നതാണ് ആർട്ട്. പിന്നെ അതിനകത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറ്, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ആർട്ട്, ഇപ്പം ഞാൻ പല സിനിമയിലും നമ്മൾ കാണുമ്പോൾ ഇതെന്തു ഇരിക്കുന്നത് ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതല്ല, സിനിമയ്ക്ക് കഥയ്ക്ക് ചേരുന്ന പശ്ചാത്തലം, അതായത് ഒരു സ്പേസ് അതുണ്ടാക്കി കൊടുക്കലാണ് കലാസംവിധായകൻ്റെ പണി. അതാണ് ഞാൻ ബ്രഹ്മയുഗം വരെ ചെയ്തത്. പിന്നെ പൊന്മാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഇത് നടന്നൊരു കഥ, ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ നടന്നൊരു കഥയാണ്. ഇപ്പം ഞങ്ങളുടെ കൊല്ലത്തുള്ള ഞാൻ കൊല്ലത്ത് താമസിക്കുന്ന, അതെ, അതിലൊരു കഥാപാത്രം എന്റെ കഥാപാത്രമാണ്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കാണുമ്പോൾ അത് ഞാൻ പറയും, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്റർവ്യൂ പറയുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊല്ലത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്ന സ്വപ്നങ്ങളും കണ്ട് എല്ലാവർക്കും ഉള്ള പോലെ നമുക്കും ഉണ്ടായിരുന്ന കൗമാരപ്രായം. ഇപ്പം ദാരിദ്ര്യവും അവഗണനയൊക്കെ ആയിരുന്നു. കലാകാരന്മാരെ അന്ന് അംഗീകരിക്കപ്പെടുന്ന ഒരു സമയമായിരുന്നില്ല ഞങ്ങൾ. ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ, അങ്ങനെ പറയുമ്പോ. അപ്പം അങ്ങനെ നമ്മള് എന്റെ വീട്ടിലാണ്ടി 3 ചേട്ടന്മാരാണ്, അച്ഛൻ അധ്യാപകനാണ്. അപ്പം വീട്ടിൽ നിന്ന് ആരെങ്കിലൊക്കെ ചോദിക്കുക കുടുംബത്തൊക്കെ എന്താണ് പണി, മൂത്ത പുള്ളിയോ ഓട്ടോമൊബൈൽ പരിപാടി എഞ്ചിനീയറിങ്, രണ്ടാമത്തെ ആളെന്താ പുള്ളി ബികോം കഴിഞ്ഞ്, മൂന്നാമത്തെ കലയെന്നൊക്കെ പറഞ്ഞ് നടക്കുക എന്നൊക്കെ പറയും. പക്ഷെ അച്ഛൻ പറയില്ലായിരുന്നു, ബന്ധുക്കാരൊക്കെ പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ അന്ന് നടന്ന സമയത്ത് ഞങ്ങളൊരു സുഹൃത്തിൻ്റെ ഒരു കാര്യത്തിന് സഹായത്തിന് പോയതാണ് ഈ സിനിമ. അതിൽ നിന്ന് ആ അനുഭവം ഇന്ദുഗോപൻ ചേട്ടനോട് പറയുകയും പുള്ളി അതൊരു സിനിമ ഒരു കഥയാക്കി മാറ്റുകയും 4 ചെറുപ്പക്കാരെന്നുള്ള കഥയാക്കി മാറ്റുകയും അങ്ങനെ നമ്മൾ തേടി നടന്ന് അജേഷിനെ കണ്ടുപിടിക്കുകയും സ്റ്റെഫിയെ കണ്ടുപിടിക്കുകയും മരിയാനെ കണ്ടുപിടിക്കുകയും ബ്രൂണോയെ കണ്ടുപിടിക്കുകയും ആഗ്രസെ കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഉണ്ടായി വന്നൊരു സിനിമയാണിത്. ഇതിനൊരു ഓർഗാനിക് സ്വഭാവം സിനിമയ്ക്ക് ഉള്ളത്, ജീവനുള്ള സിനിമയെന്ന് ഞാൻ ഇതിനെ വിശ്വസിപ്പിക്കുന്നത്. ഇവിടെയൊക്കെ എപ്പോഴും ഇപ്പോൾ ലൈഫാണ് നമ്മുടെ സിനിമ, അതുകൊണ്ട് ലൈഫ്. എനിക്ക് തോന്നുന്നു ലിജോ മോള് അവിടെ വന്നിട്ട് 10-12 ദിവസം 60 ദിവസം നമ്മുടെ സിനിമ സെറ്റിലുണ്ടായിരുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ബഹുമാനം. ഇപ്പം ഞാൻ പറയാം, 50 ദിവസമായിരുന്നു ലിജോ മോള് പറഞ്ഞിരുന്നത്. പക്ഷേ ലിജോ മോള് 10 ദിവസം മുമ്പേ വന്നു. എന്നിട്ട് നമ്മുടെ ഷൂട്ട് തീരുന്നതിന് തലേന്നാണ് ലിജോ മോള് പോകുന്നത്. ഇടയ്ക്ക് 1-2 വട്ടം എറണാകുളത്തോട്ട് പോയിട്ടുണ്ട്, ഷൂട്ടില്ലാത്ത ദിവസം അതേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് സ്റ്റെഫി നമ്മളിലേക്ക് എത്തുന്നത്. അപ്പം അതാണ് ഈ പൊന്മാൻ്റെ എൻ്റെ വിശേഷം. 10 ദിവസം മുന്നേ ലിജോമോൾ എത്തിയത്, ലിജോമോൾ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, ഒരു സെറ്റിൽ എത്തിയ 10 ദിവസം എടുക്കും മിനിമം അവിടുത്തെ ആളുകളുമായിട്ടൊന്ന് സെറ്റ് ആവാൻ, അല്ലേ? അപ്പൊ എല്ലാ സെറ്റിലും അങ്ങനെ ഒരു 10 days prior പോവോ? ഇല്ല. ഇതിപ്പോ എന്താന്ന് വെച്ചാല് കൊല്ലത്ത് നടക്കുന്ന കഥയാണ്. കൊല്ലത്തെ കൾച്ചർ ഭയങ്കര പ്രാദേശികമായിട്ടുള്ള ഒരു കഥയാണ്. അപ്പോ എനിക്ക് കൊല്ലത്തുള്ള ആളുകൾ എങ്ങനെയാണ് സംസാരിക്കാന്ന് അറിയില്ല, അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം മൊത്തത്തിൽ കൊല്ലം ഒന്ന് പരിചയപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ട്
ഒന്ന് ഞാൻ മാത്രമല്ല സജിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് ഒരാഴ്ച മുന്നേ അല്ലെ ഈ പറഞ്ഞ പോലെ ഒരാഴ്ചയല്ല അതിന് മേലെ ഉണ്ടായിരുന്നു. അവിടെ വന്ന് ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലേക്ക് പോകും, അവിടെയുള്ള കുറച്ച് സ്ത്രീകളൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കുക. അങ്ങനെ ഒന്ന് മൊത്തത്തിലൊന്ന് ഇടപഴകി വരുമ്പോൾ അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അവരുടെ നേച്ചർ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാവും. അപ്പൊ ആ ക്യാരക്ടറിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് പോയതാ. അതല്ലാണ്ട് നേരത്തെ സംസാരിച്ച് ടീമുമായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിക്ക് പോയതല്ല. ഞാൻ ലിജോനെ ഉണ്ടല്ലോ ടിവിയിൽ എപ്പോഴും കാണുമ്പോൾ, അതായത് അതർ ദൻ മൂവീസ്, നമ്മളിപ്പോ ഇന്റർവ്യൂസിന് അല്ലെങ്കിൽ അവാർഡ് ഷോസിലൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, ലിജോ ബേസിക്കലി കുറച്ച് അങ്ങനെ അധികം ആളുകളായിട്ട് സംസാരിക്കാത്ത കുറച്ച് സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു ഇൻട്രോവേർട്ട്, റൈറ്റ്? അങ്ങനെയുള്ള ഒരാളാണ്. അപ്പം സിനിമ പോലെയുള്ള ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ, അതായത് പ്രൈവസി എന്ന് പറയുന്നത് സ്വന്തം മുറിയിൽ മാത്രം കിട്ടുന്ന ഒരു ഫീൽഡാണല്ലോ ഏറെക്കുറെ സിനിമ. എങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് സിനിമ ചെയ്യാന്നുള്ളത്. ആ സമയത്ത് ആ ക്യാരക്ടറിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ പെർഫോം ചെയ്യാൻ നിൽക്കുകയാണ്, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെല്ലാം എൻ്റെ കൂടെ പെർഫോം ചെയ്യാൻ നിൽക്കുന്നവർ. അപ്പം ഞാൻ അവരെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഇപ്പോൾ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആക്ഷന് മുമ്പ് ഡയറക്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഡയറക്ടർക്ക് ഓക്കെ ആണോ നോക്കും. അത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കുള്ളൂ. വേറെ ചുറ്റും നിൽക്കുന്ന ആളുകളെ ഒരു കാര്യം പറയാം, മോണിറ്റർ കാണാൻ പറ്റത്തില്ല, അഭിനയിച്ചത് കാണില്ല. ഇല്ല അത് നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കും. അത് പിന്നെ അത് മാറി, പിന്നെ പകുതിയൊക്കെ വന്ന് സൈഡിൽ നിന്നൊക്കെ നോക്കും, പിന്നെ കസേരയൊക്കെ ഇട്ടിരിക്കും. പിന്നെ അപ്പൊ ഇങ്ങനെ സിനിമ ഇങ്ങനെ തിയേറ്ററിൽ പോയി കണ്ടല്ലാതെ ലിജോയ്ക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലെന്നാ എന്നോട് പറഞ്ഞത് എൻ്റെ ഓർമ്മ. പക്ഷെ ഞങ്ങളുടെ പടം പൊന്മാൻ ലിജോ കണ്ടു, ഫുള്ള് കണ്ടു. അതിന്റെ ത്രില്ലിലാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ ജ്യോതിഷേട്ടൻ? പക്ഷെ അത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആദ്യത്തെ സിനിമ കാണാണ്ട് സിനിമാക്കാര് തന്നെ, അത് ദിലീഷ് ചേട്ടനൊക്കെ തന്നെ ലിജോമോൾ അറിയാണ്ട് ടിക്കറ്റ് എടുത്തു കൊടുത്താണ് അത് കാണിച്ചത്, മഹേഷിന്റെ പ്രതികാരം. ഇത് ഫസ്റ്റ് ഡേ ഉണ്ടാവില്ലേ, ഇത് മാറി, അതൊക്കെ മാറി, പഴയ കഥ. അന്നെന്താന്ന് വെച്ചാ ഇല്ലേ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ മോണിറ്റർ കാണാത്ത ആള്. ഇപ്പോഴും ഞാൻ യൂഷ്വലി ഞാൻ മോണിറ്റർ നോക്കാറില്ല. കാരണം എനിക്ക് ഡയറക്ടർ ഹാപ്പി ആണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അതല്ല ഇനിയിപ്പോ എനിക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇപ്പൊ എടുത്ത ടേക്കിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പറയും നമുക്ക് ഒന്നുകൂടെ പോവാം എന്ന് പറയാം, അത്രേ ഉള്ളൂ. അതല്ലാണ്ട് ഞാൻ ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളത് പോയി നോക്കിയാൽ ഞാൻ കോൺഷ്യസ് ആവും. അപ്പോ ചിലപ്പോ അടുത്തത് എനിക്ക് നന്നായി ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പോവാറില്ല. അപ്പം അത് തന്നെയായിരുന്നു മഹേഷ് ഞാൻ തിയേറ്ററിൽ പോയി കാണാത്തതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഞാൻ എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് പോയി കാണാനുള്ള ധൈര്യക്കുറവ് കൊണ്ടാണ് ഞാൻ പോവാത്തത്. യൂഷ്വലി ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു പൊന്മാനായിരിക്കും ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു സിനിമ ഞാൻ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി കാണാൻ പോണത്. ഞാൻ ഇതുവരെയും ഞാൻ ചെയ്ത ഒരു സിനിമയും ഫസ്റ്റ് ഡേ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അത് പൊന്മാനായിരിക്കും. അത് പൊന്മാനായിരിക്കാനുള്ള കാരണം എന്താ? അതിന്റെ ആ ഒരു കോൺഫിഡൻസ്. പൊന്മാൻ ഞാൻ കണ്ടു. ഇപ്പൊ ജ്യോതിഷേട്ടൻ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ എല്ലാവരും കണ്ടു. ബേസിലായാലും ഞാനായാലും സജിനായാലും ഞങ്ങൾ എല്ലാവരും കണ്ടു. ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഇപ്പം ജ്യോതിഷേട്ടൻ പറഞ്ഞ പോലെ ലൈഫുള്ള ഒരു സിനിമ, അതിൽ നിറയെ ലൈഫുള്ള ഒരു സിനിമ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വളരെ കോൺഫിഡന്റ് ആണ്. അതുകൊണ്ട് എന്തായാലും ഞാൻ എന്തായാലും നേരത്തെ കോൺഫിഡൻസ് ആയിരുന്നു ഈ പടം ഹിറ്റ് ആണ്. വിളിച്ചപ്പോഴേ പറഞ്ഞല്ലോ വരുന്നേ വന്നു ഹിറ്റ് പടത്തിന്റെ കൂടെ കൂടാതെ. ആദ്യം തൊട്ട് ആ ഒരു കോൺഫിഡൻസും ആ ഒരു എക്സൈറ്റ്മെന്റ്. അഹങ്കാരമല്ല, നമ്മളെത്രത്തോളം പണിയെടുത്തിട്ടുണ്ട് അതിനകത്ത്. മനസ്സിലായി. ഞാൻ എന്റെ ജീവിതത്തിൽ നമ്മള് 23 കൊല്ലം 24 കൊല്ലം ഫൈനാൻസ് കോളേജ് പഠനം തൊട്ട് 10-25 കൊല്ലം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കലയ്ക്ക്. നമ്മുടെ ലൈഫ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് 20 വർഷം എടുത്തു ഇവനൊരു ഇതുണ്ടാവാൻ. അതായത് ഇവൻ കലാകാരനെ കൊണ്ട് ഇവനെ കൊണ്ട് ഗുണമുണ്ട് സമൂഹത്തിന് അല്ലെങ്കിൽ വീട്ടുകാർക്ക് എന്ന് മനസ്സിലാകാത്ത സംഭവം എടുക്കാൻ 20 വർഷം എടുത്തു. അപ്പൊ ഇപ്പൊ ഇനി നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് മോശമാകാൻ നമ്മൾ സമ്മതിക്കും. അതുപോലെ കലാസംവിധാനം ബ്രഹ്മയോഗമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സിനിമയായിട്ടാണ് ചെയ്യുന്നത്. അത്ര ഡീറ്റെയിലിങ് നമ്മൾ പണിയെടുക്കും. അതിപ്പോ എൻ്റെ സിനിമ ഞാൻ ചെയ്യത്തില്ലേ, ഒന്നും ഞാൻ തൊട്ടൊന്നും ഞാൻ മോശമാക്കിയിട്ടില്ല. ആ കോൺഫിഡൻസ് ആണ് ആക്ച്വലി നമുക്ക്. അതായത് ഈ വന്ന ഇത്രയും സിനിമകളില് നമ്മൾ ചേട്ടന്റെ വർക്ക് കണ്ടിട്ടുണ്ടല്ലോ, ആ കോൺഫിഡൻസ് ആണ് നമുക്ക്. അപ്പൊ ഒരിക്കലും അതായത് വേറെ ഒരു പടി മേളിലേ ഉള്ളൂ, സംശയിക്കണ്ട, ധൈര്യത്തെ കണ്ടോ, ധൈര്യമായിട്ട് കണ്ടു. മോശമാണെങ്കിൽ മോശം എന്ന് പറഞ്ഞു അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ തന്നെ മോശം തന്നെ പറയണം. ഇഷ്ടപ്പെട്ട 100 വരെ കാണിക്കണം ഏറ്റവും. ഞാൻ സെറ്റാണ്. എന്റെ മൗത്ത് പബ്ലിസിറ്റി ഫിക്സ്ഡ് ആണ്. അഹങ്കാരം പറയല്ല കേട്ടോ, അഹങ്കാരമായിട്ടൊന്നും പറയല്ല. നല്ല സിനിമയാണ്. അത് ദൈവം അനുഗ്രഹിച്ചും പിന്നെ നമ്മുടെ കൂടെ വന്ന ബേസിലേക്ക് എത്തി തന്നെ ഭയങ്കര ഇതാ. ഞാൻ അജേഷ് അപ്പൊ ഞാനിത് കുറച്ചാൾ ചെയ്യാനൊക്കെ നിന്നിട്ട് പിന്നെ നമുക്ക് ഈ ഷൂട്ടിംഗ് തിരക്ക് വരുമല്ലോ. ഒരു തെലുങ്ക് പടത്തിലായിരുന്നു. അപ്പോൾ ഇതിന്റെ ക്യാമറമാൻ സാനു ജോൺ വർഗീസ് ആണ് നമ്മുടെ സിനിമയുടെ ക്യാമറ. അറിയാം, സിനിമയൊക്കെ ഡയറക്ട് ചെയ്താണ്, വിശ്വരൂപമൊക്കെ ചെയ്തത്. അപ്പോൾ സാനുചേട്ടനോട് ഞാൻ ആൻഡ്രോയിഡ് കുഞ്ഞപ്പം എന്നിട്ട് പടം വർക്ക് ചെയ്ത് അറിയിപ്പ് അങ്ങനെയുള്ളൊരു പരിചയമാണ് സാനുചേട്ടനോട്. നല്ലൊരു സൗഹൃദമായിരുന്നു. അപ്പോൾ സാനുചേട്ടനോട് കഥ പറഞ്ഞ് സാനുചേട്ടൻ ചെയ്യാം. അപ്പോൾ ഹൈ നാനാന്ന് പറഞ്ഞ പടത്തിന് നമ്മുടെ
കലാസംവിധാനത്തിന് ഞാൻ പോയായിരുന്നു, പ്രൊഡക്ഷൻ ഡിസൈൻ, മറ്റേ നാനി സാറിൻ്റെ പടം. അവിടെ വെച്ച് ഒരു ദിവസം രാത്രി ഇരുന്നിട്ട് ജയ് ഹോ സിനിമ ഞാൻ കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. എൻ്റെ ജയ ഹേ ആ സിനിമ കണ്ട് തീർന്നപ്പോൾ ഞാൻ ബേസിലിനെ വിളിച്ച്. ബേസിൽ നമ്പർ ഉണ്ട്, ഞാൻ ബെന്നി കട്ടപ്പനെ വിളിച്ചു. ബെന്നി ബേസിൽ നമ്പർ എന്താണെന്ന് പറഞ്ഞു. എനിക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പടം ബേസിലിനെ കൊണ്ടൊന്ന് ചെയ്യിച്ചാലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാനെന്താ ഞാൻ സംസാരിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബെന്നിയാണ് എൻ്റെ ഫ്ലാറ്റിൽ ഇരുന്ന് ഈ പുസ്തകം എടുത്ത് ബേസിൽ കൊണ്ട് കൊടുക്കുന്നത്. അണ്ട് ബേസിൽ ഇത് വായിച്ചില്ല. ബേസിലുള്ള സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടാണ് ബേസിൽ പിന്നെ വായിച്ചത്. എന്നെ ഒരുപാട് ഒഴിവാക്കാനൊക്കെ നോക്കി, ഞാൻ ഒരുപാട് ശ്രമിച്ചു ബേസിൽ. കാരണം ബേസിൽ സിനിമ ചെയ്യുന്നില്ല, സംവിധാനത്തിലേക്ക് പോകുന്നു പറഞ്ഞു. അങ്ങനെ അജേഷിനെ പോലെ ഞാൻ പുറകെ നടക്കുമായിരുന്നു. ഒരു രക്ഷയില്ല, ബേസിൽ സൗകര്യം ഞാൻ കൊടുത്തില്ല. അങ്ങനെ ഫ്ലാറ്റ് താഴെ നിന്നിട്ട് ഞാൻ താഴെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. തന്നോട് വരണ്ടെന്ന് പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തേ പറ്റൂ. അങ്ങനെ ആണ് ബേസിൽ അവസാനം സമ്മതിക്കുന്നതും. അപ്പൊ തന്നെ ബേസിൽ പെട്ടെന്ന് 1 മാസത്തിൽ നമ്മൾ ഷൂട്ട് തുടങ്ങി. 1.25 മാസം എന്നാന്ന് എനിക്ക് തോന്നുന്നു. ലിജോ വരുമ്പോ ഷൂട്ട് ഡേറ്റ് ഒക്കെ ആയി 1.5 മാസം കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ആക്കുന്നതും സെറ്റ് ഇടുന്ന സ്റ്റെഫിയുടെ അതിനകത്തുള്ള സ്റ്റെഫിയുടെ വീടൊക്കെ സെറ്റാണ്, കടപ്പുറത്ത് നമ്മൾ ഇട്ട സെറ്റാണ് അത്. പിന്നെ ബാക്കി ഒരുപാട് പണികൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. വേറൊരു സ്റ്റൈലാണ് എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തേക്കുന്നത്, വേറെ രീതി. അത് നമ്മൾ ഇത്രയും നല്ല ഭംഗിയുള്ള പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്ത എൻ്റെ പടത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ കണ്ടു നോക്കണം. വേറൊരു മൂടാ, വേറെ ടൈപ്പാ. ആ സിനിമയ്ക്ക് ചേരുന്ന ചതയം നേരത്തെ ചോദിച്ചില്ലേ സ്പെഷ്യൽ എന്ന്. അങ്ങനെ സ്പെഷ്യലായിട്ട് പറയാനൊന്നുമില്ല, ഓരോ സിനിമയ്ക്കും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിപ്പോ ട്രെയിലർ കാണുമ്പോഴേ ആ ട്രെയിലറിന്റെ താഴത്ത് നമ്മൾ ട്രെയിലറിന്റെ ബിഗിനിങ്ങിൽ തന്നെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരു പഴഞ്ചൊല്ല് ബേസിൽ പറയുന്ന ഡയലോഗ്. അത് ആക്ച്വലി ഒരുപാട് കൊല്ലംകാര് പറയുന്നത് കൊല്ലത്ത് അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ല എന്ന്. പഴഞ്ചൊല്ലല്ല അത്, പിന്നെ അത് നമ്മള് പഴഞ്ചൊല്ല, അത് ഒരു വാക്കായിട്ട് പറയുന്നത്. അതായത് നമ്മൾ വല്ലവന്റെ കൈരികൾ കണ്ടിട്ട് നമ്മള് പശുവിനെ വളർത്തുന്ന പറയുന്നതിന്റെ കണ്ടന്റ് ആണത്. കൊല്ലംകാര് പറയുമ്പോൾ കുറച്ച് റോ ആയിട്ട് പറയും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ചുറ്റളവിലുള്ള അജേഷൊക്കെ സാധാരണക്കാരനായി പോകുന്ന ആള്, ഈ ഇരിപ്പും രൂപവും ഒക്കെ ആയാലും നമ്മളെല്ലാ സാധാരണപ്പെട്ടവരും നമ്മളൊക്കെ ഫൈറ്റ് ചെയ്തല്ലേ നിൽക്കുന്നത്. ആ ഫൈറ്റ് നിൽക്കുന്ന ചെറുപ്പക്കാരനാണ് അജേഷ്. അത് എല്ലാ പ്രായക്കാർക്കും അത് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഞങ്ങളുടെ ഏജുകാർക്കും ഫീൽ ചെയ്യും, അതിന് മുമ്പുള്ള ഏജുകാർക്കും ഫീൽ ചെയ്യും, അതിന് താഴെയുള്ളവർക്ക് അത് ഫീൽ ചെയ്യും. എല്ലാവരും ഇങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരല്ലേ, ഇപ്പൊ അങ്ങനെ നിന്നോണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ അതുകൊണ്ട് സാധാരണ മനുഷ്യൻ പറയേണ്ട വാക്കാവൻ പറഞ്ഞേക്കുന്നത്. അതിപ്പം നമ്മള് അജേഷിന് വേണ്ടി ബേസിലിന്റെ അടുത്തേക്ക് പോയത് പറഞ്ഞല്ലോ, അതുപോലെ സ്റ്റെഫിക്ക് വേണ്ടി ലിജോനൊക്കെ പോയത്. ഞങ്ങൾക്ക് ഇപ്പൊ ഒരു സിനിമ ബേസിലായി, പിന്നെ ഈ മരിയാനോ വേണോ, മൂന്നാമത്തെ പറഞ്ഞു തരാം. മൂന്നാമതാണ് ഷെഫിയിലേക്കാണ് എത്തിയത്. അപ്പം മരിയാനോ ആര് വേണം, കരിമല പോലൊരു മനുഷ്യനാണ് നമ്മുടെ കഥാകൃത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ ഞാൻ നോക്കിയിട്ട് മലയാള സിനിമയിൽ ഞാൻ കണ്ടില്ല. പിന്നെ ആകെ ഉള്ളത് ചെമ്പൻചേട്ടനാ. ചെമ്പൻചേട്ടനോട് കണ്ടാലോ എന്നൊരു ആലോചന. അതിന് മുമ്പ് ഞാൻ മുരളി ഗോപി ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ചെമ്പനുമായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്, പേഴ്സണലി പരിചയമുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചത് അത് നമ്മൾ അവരും കൊള്ളാം. അപ്പം ബേസിൽ നിൽക്കുന്നു. അപ്പം ഇങ്ങനെ അപ്പോഴാണ് ഞാൻ ഈ ആവേശത്തെ പറ്റി അറിയുന്നത്. അപ്പോൾ എന്നോട് ആരോ പറഞ്ഞു ഇങ്ങനെ ആവേശത്തിൽ. അപ്പം ഞാൻ അന്നാണ് ഞാൻ രോമാഞ്ചം പടം കാണുന്നത്. അപ്പം രോമാഞ്ചം പടം കണ്ടപ്പോൾ അതിലെ ഈ സജിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അപ്പോഴാണ് ഞാൻ ചുരുളി കാണുന്നത്. ഇത് കണ്ടിട്ടാണ് ചുരുളി കാണുന്നത്. ചുരുളിയുണ്ട്, അപ്പൊ അതിലുണ്ട്. അപ്പോഴാണ് ഇതിലുണ്ടെന്ന് പറയുന്നത് ജാനേമൻ കണ്ടപ്പോൾ ഞാൻ ഇപ്പം കൊള്ളാലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇതിന്റെ സ്റ്റില്ല് ഞാൻ കണ്ടത്. നല്ല സൈസായി പുള്ളി എന്നാണ്. അങ്ങനെയാണ്. അപ്പൊ അന്ന് രാത്രി വൈകുന്നേരം ഇത് അറിയത് 7 മണിക്ക്, അല്ല 5 മണിക്ക് വൈകുന്നേരം. അപ്പോഴേ ഞങ്ങൾ കൊല്ലത്തുനിന്ന് വണ്ടി എടുത്ത് എറണാകുളത്ത് വന്നു. 9:30 മണിക്കോ കണ്ട് സജിനെ കണ്ടു. 10 മണിക്ക് കഥ പറഞ്ഞു. 11:30 ആയപ്പോൾ സജിനകത്ത് വീണു. എന്നിട്ട് വീഴ്ത്തിയിട്ട് 12 മണി ഞാൻ തിരിച്ച് ഞങ്ങൾ കൊല്ലത്ത് പോയി. എന്നിട്ട് രാവിലെ അടുത്ത സെർച്ചാണ് ഇദ്ദേഹം. അപ്പം 3-4 ആൾക്കാരുണ്ടായിരുന്നു. അപ്പം 3-4 പേരോട് ഞാൻ കഥ പറഞ്ഞപ്പോൾ എൻ്റെ ലിജോ വന്നു. ലിജോയോട് കഥ പറഞ്ഞ്. അപ്പോൾ എനിക്കൊരു ഇതുണ്ട്, ലിജോ മറ്റേ തമിഴ് പടമൊക്കെ ചെയ്ത് സ്റ്റാറായിട്ട് നിൽക്കുന്ന ആളാണ്. നമ്മൾ പറഞ്ഞാൽ കേൾക്കുവോ? പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞ വീഴും മറിയും എനിക്ക് ഉറപ്പാ. അങ്ങനെ ലിജോ വന്നിരുന്ന് കഥ കേട്ട് ലിജോക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ മുഖം കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഒരു 1.5 മണിക്കൂറും കണ്ടെടുത്തെന്ന് തോന്നല്ലേ കഥ പറഞ്ഞ്. ലിജോ ഓക്കെ പറഞ്ഞു. അങ്ങനെ അതിൽ വന്നു. അത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ കുടിച്ചേ കഥ കേട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്താൽ കുടിച്ച് ഹാപ്പി ആയിട്ടാണ് പിരിഞ്ഞത്. അത്ര നല്ല രസമായിട്ടാണ് ജ്യോതിഷേട്ടൻ നറേറ്റ് ചെയ്തത്. കാരണം ജ്യോതിഷേട്ടൻ പറഞ്ഞാൽ ജ്യോതിഷേട്ടൻ്റെയും കൂടി ലൈഫിൽ സംഭവിച്ച ഒരു കാര്യം ആയതുകൊണ്ട് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. അത് കഴിഞ്ഞ്
ഞാൻ അവിടുന്ന് ലിജോ ഇറങ്ങിയല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു കഫേ ഉണ്ട് 8 പോയിന്റ് എന്ന് പറഞ്ഞ കൊല്ലത്ത്. ഞാൻ ആ കഫേ ചിലപ്പോൾ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് 4-5 ചെറുപ്പക്കാരൻ ഒരു കൂട്ടുകാരൻ്റെ ഇപ്പോഴത്തെ കഫേയാണ് ഷെല്ല എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ. അങ്ങനെ ഒരുപാട് പേര് കഫേയുടെ ഓണർ ഈ കഥയിലുണ്ട്, അയാളുടെ കൂടെ കഥയാണ്. ഓക്കെ, നൈസ്. അപ്പൊ അവിടെ ഇരിക്കുന്നു. ടച്ച് ചെയ്ത് പോവാണ്. മനസ്സിലായി. സ്റ്റെഫിയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണെങ്കിലേ സ്റ്റെഫിയുടെ ക്യാരക്ടറിനെ കുറിച്ച് എന്താ പറയാ? കാരണം സ്റ്റെഫിയുടെ പൊന്നിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഈ കഥ മുഴുവൻ നടക്കുന്നത്. സ്റ്റെഫിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിലെല്ലാവരുടെയും എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് ശരി തിരഞ്ഞെടുക്കുന്ന ആളുകൾ. അപ്പം സ്റ്റെഫിയെ സംബന്ധിച്ച് സ്റ്റെഫിയുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റിൽ അവൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പക്ഷേ അവളെടുത്ത ആ ഒരു ഡിസിഷന്റെ പേരിൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ വളരെ ബുദ്ധിമുട്ടുന്നു എന്ന് കാണുമ്പോൾ അത് തിരുത്താൻ റെഡിയാവുന്ന ഒരു ക്യാരക്ടറാണ് സ്റ്റെഫിയുടെ. അപ്പോൾ അതിന് പല ലെയേഴ്സ് ഉണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞത് സ്റ്റെഫിക്ക് മാത്രമല്ല, ഇപ്പോൾ അജേഷിൻ്റെ ക്യാരക്ടറിനായാലും ഇല്ല മരിയാനോയുടെ ക്യാരക്ടറിനായാലും ഇല്ലെങ്കിൽ ആനന്ദ് ചെയ്ത ബ്രൂണോയ്ക്കായാലും എല്ലാ ക്യാരക്ടേഴ്സിനും പല ലെയേഴ്സ് ഉണ്ട്. സിറ്റുവേഷൻ അനുസരിച്ച് അവരുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം. എല്ലാവരും സാഹചര്യം കൊണ്ട് അങ്ങനെ പെരുമാറുന്നതാണ്. അപ്പം സാഹചര്യമാണ് ആക്ച്വലി ഇവിടെ വില്ലൻ എന്ന് പറയാം. അല്ലാണ്ട് ആളുകൾ നെഗറ്റീവ് എന്നോ അല്ലെങ്കിൽ ആളുകൾ നല്ലവരെന്നോ അല്ല, സാഹചര്യമാണ് വില്ലൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതിനെ തുടർന്ന് ഉണ്ടാകുന്ന ഒരു വലിയ കോലാഹലം എന്ന് വേണമെങ്കിൽ പറയാം സിനിമ. അപ്പോൾ പല ലെയേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് ചിലപ്പോൾ തോന്നും, നമ്മൾ സിനിമ കണ്ട് കുറച്ചിങ്ങ് വരുമ്പോൾ നമുക്ക് തോന്നും ഒരു ഗ്രേ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആണെന്ന് തോന്നാം. പക്ഷെ അത് കഴിയുമ്പം അവള് നെഗറ്റീവ് തന്നെ ആണോ എന്ന് നമുക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നും. അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവള് നല്ലവളാണെന്നൊരു തോന്നൽ വരാം. അങ്ങനെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സിന് അങ്ങനെ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. നമ്മൾ നല്ല ആളാണെന്ന് വിചാരിച്ച ആൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പം ഇയാൾ ശരിക്കും നല്ല ആളാണോ അങ്ങനെ ഡൗട്ട് തോന്നുന്ന രീതിയിലാണ് ഇതിലെ മിക്ക ക്യാരക്ടേഴ്സിൻ്റെയും ഒരു ആർക്ക് പോകുന്നത്. അപ്പം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പം എൻ്റെ നല്ല എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു ബേസിൽ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പല ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് ബേസിൽ ചെയ്തിരിക്കുന്നത്. ബ്രൂണോ എനിക്ക് ആനന്ദിന് ഇതിലാണ് ഏറ്റവും നല്ലൊരു വേഷം കിട്ടിയിരിക്കുന്നത്. അതേപോലെ മരിയാനോയും ഇതുവരെ മരിയാനോ എന്ന് പറയുമ്പോൾ സജിൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പല ലേയേഴ്സ് വരുന്നത് കൊണ്ട് എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഈ ജയ്ബീം എന്ന് പറയുന്ന സിനിമ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ മിസ്സായി പോയായിരുന്നു സ്റ്റെഫി? ഇല്ല. എന്തിനാ മിസ്സാകുന്നേ? അല്ലെ, ലിജോ എന്നെ പറഞ്ഞിട്ട് ജയ്ബീം വരുന്ന സമയത്ത് ഞാൻ ഇനി സിനിമ ചെയ്യുന്നില്ല എന്ന് ഫിക്സ് ചെയ്തിരിക്കുകയായിരുന്നു. ആക്ട്രസ് എന്ന നിലയിൽ അവര് തെളിയിച്ചിട്ടുണ്ടല്ലോ, അത് തേടിയെത്തും. നമുക്ക് ഇഷ്ടം മാത്രം മതി അതിനോട്. ഉറപ്പല്ലേ ഇത്? ഇതേപോലെ നടികളൊക്കെ മലയാള സിനിമയ്ക്ക് വേണ്ടേ? വേണം. ഉത്തരം പറ. അത് ജ്യോതിഷേട്ടന്റെ ഉത്തരം പറ. മേ ബി കാരണം ജയ്ബീം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ആളുകൾ നമ്മളെ മറന്നുപോകും. നമ്മൾ എത്ര നല്ല ക്യാരക്ടർ എന്ന് പറഞ്ഞാലും നമ്മളൊരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ മറക്കും. അപ്പോൾ ജയ്ബീം തന്നൊരു ഹൈപ്പ് കൊണ്ടാണ് എനിക്ക് പിന്നീട് മലയാളത്തിലാണെങ്കിലും മലയാളത്തിൽ നിന്ന് ബെറ്റർ ഓഫേഴ്സ് വന്നത്, ബെറ്റർ സിനിമകൾ വന്നതൊക്കെ. അപ്പൊ അതും പൊന്മാൻ എനിക്ക് വന്നതും അങ്ങനെയൊക്കെ തന്നെ ആവാം. അതൊരു റീസൺ ആണ് അല്ലെ? ഇപ്പൊ അന്ന് പറയുമ്പോ ആക്ച്വലി PhD ചെയ്യണം, കുട്ടികളെ പഠിപ്പിക്കണം, ഈ പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ പ്ലാൻ ഉണ്ടോ? ഒരു പ്ലാൻ ബി ആയിട്ടെങ്കിലും ഉണ്ട്. ഇല്ലാതെ ഞാൻ പറയില്ല. എനിക്ക് PhD ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള സമയം ഉണ്ടോ? അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അങ്ങനെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു പഠിക്കാൻ. കാരണം ഇപ്പോ ഞാൻ PG കഴിഞ്ഞിട്ടൊരു 10 വർഷത്തോളം ആകാറാകുന്നു. അപ്പോ സിലബസിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എനിക്ക് ഞാൻ തന്നെ പഠിച്ചത് ടച്ച് വിട്ടിരിക്കുക. അപ്പൊ ഇനി ഞാൻ വീണ്ടും ഒന്നേന്ന് തുടങ്ങണം. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരു സൈഡിലുണ്ട് എന്ന് അല്ലെ? ജ്യോതിഷേട്ടാ ചെയ്ത ഒരുപാട് വർക്കുകളുണ്ട്. പറയാനാണെങ്കിൽ നമുക്ക് ഇന്ന് മുഴുവൻ ഇരുന്ന് സംസാരിക്കാനുള്ള 55 പടത്തിലെ കഥ പറയുമ്പോ എന്തോരം നേരം എടുക്കുന്ന ആലോചിക്കും. ഒരു പടത്തിൽ 1 മിനിറ്റ് ആണെങ്കിൽ 1 മണിക്കൂർ എടുക്കൂലേ? അപ്പൊ കുറെ ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ റീസെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് ഏറ്റവും അധികം ക്യൂരിയസ് ആയിട്ട് തോന്നിയ ഒരു കാര്യം പത്തേമാരിയിലെ ആർട്ട്. അത് കാരണം എന്താ വെച്ചാ അന്നത്തെ ഈ ദുബായ് എന്ന് പറയുന്ന സാധനം അന്ന് ദുബായ് ഇല്ല അല്ലെ? അന്ന് എന്താണ് അവിടുത്തെ ആ സ്ഥലം എന്തായിരുന്നു എന്ന് അന്ന് അവിടെ പോയവർക്കും അവര് പറഞ്ഞു കേട്ടതും നമുക്കറിയുള്ളൂ. എങ്ങനെയാണ് അന്നത്തെ ആ ദുബായ് അത് ഉണ്ടാക്കിയെടുത്തത്? പത്തേമാരില് ദുബായ് എന്ന് പറയുന്നത് നമ്മുടെ പൂമ്പാറ്റ സ്റ്റുഡിയോക്ക് എത്താം. മൊത്തം ഹോട്ടലും എറണാകുളത്തെ
പത്തേമല്ല ദുബായ്. അതാണ് ദുബായ്. നിങ്ങളെ ഞാൻ പറ്റിച്ചു. പിന്നെ നമുക്ക് അതിനകത്ത് മമ്മൂക്കയുടെ വീട് നമ്മൾ സെറ്റ് ഇട്ടതാണ്. അത് ഒരു കാലഘട്ടമുണ്ട്. അത് കഴിയുമ്പോൾ അടുത്ത കാലഘട്ടത്തിൽ അത് മാറും. അത് കഴിയുമ്പോൾ മരിച്ചു വരുമ്പോൾ ഓപ്പോസിറ്റ് വീട് പണിതീരാതിരിക്കണം. അപ്പം അത് നാട്ടിക എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, നമ്മുടെ തൃപ്രയാർ നാട്ടിക. അപ്പോൾ അത് അവിടേക്ക് നമ്മൾ പോകാനുള്ള കാരണം അതിന് നമുക്കവിടെ തെറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത്രയും ദൂരെ പോയെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവിടെ ഷൂട്ട് ചെയ്ത് വണ്ടിയൊക്കെ വരാൻ. അതേ എപ്പോഴും കേൾക്കും എല്ലാ സിനിമയും. പ്രമേയത്തിനും കേട്ട്. അല്ല, അത് ഞാൻ എൻ്റെ ജോലിയിൽ ഞാൻ ഒരു ഇതും ചെയ്യത്തില്ല. എനിക്ക് എൻ്റെ ജോലിയാണ് എനിക്ക് വലുത്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കും. എന്ത് സംശയത്തിനും ഉത്തരം പറയും. അപ്പം അങ്ങനെ നമ്മൾ പത്തേമാരി അവിടെയാണ്. പിന്നെ അതിൻ്റെ അകത്ത് വീട് അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തത്. അതായത് ചെമ്മീന് ശേഷം ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന അതാണ് ഈ പത്തേമാരി നാട്ടിക ബീച്ചില്. അതിനുശേഷമാണ് ഇപ്പം തെക്കൻ തല്ലി കേസ് ഞാൻ ആ സ്ഥലം പറഞ്ഞു കൊടുത്തത്. നല്ല സുന്ദരമായ സ്ഥലമുണ്ട്, അടിപൊളി സ്ഥലമാണ്, ഗംഭീര സ്ഥലം. അപ്പൊ അവിടെ അത് വീടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് റിസ്ക് ഉണ്ടായത് ഈ പത്തേമാരിൽ പോകുന്ന സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ആ ഉരുവിൽ പോകുന്നത്, അതിനകത്തുള്ള ലൈഫ്, അതെല്ലാം വേറെ ഒന്നുമില്ല. ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നമ്മുടെ പത്തേമാരി കോഴിക്കോടുണ്ടല്ലോ, വേപ്പൂര് ഒരു കൊണ്ടുവന്ന് നമ്മുടെ എന്താ പറയുക ബോട്ട് കെട്ടിയിട്ട് എന്നിട്ട് അപ്പുറം ഒരു ഗ്രീൻ മാറ്റ് വെച്ച് അത് ഞങ്ങൾ ഇപ്പറേ ഷൂട്ട് ചെയ്തത്. ഇല്ല, അത് CG കുറച്ച് അനങ്ങുന്നു, ബാക്കിയെല്ലാം അവിടെ തന്നെ. അപ്പുറം ഗ്രീൻ മാറ്റ് വെച്ച് കുറച്ച് വെള്ളമൊക്കെ അടിച്ച് ഞങ്ങള് പറ്റിക്കപ്പെടുകയല്ലോ. ആരും മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇതുവരെ മനസ്സിലായോ? അത് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നാലേ അത് കണ്ടിട്ട് ഇപ്പൊ ജ്യോതിഷേട്ടൻ ഇത് പറയുമ്പോ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ദൈവമേ ഇതല്ലേ പാവം ഞങ്ങൾ കണ്ണും തുടച്ചുകൊണ്ടിരുന്ന് കണ്ടേന്നുള്ളൊരു ഫീല് വരും. അല്ല, പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അന്നത്തെ ദുബായ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അല്ല, അന്നത്തെ ദുബായ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ അന്ന് നമുക്ക് ഈ ഇന്റർനെറ്റ് ഒന്നും അത്രയും സജീവമല്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചെയ്ത പണി എന്ന് പറഞ്ഞാല് ഇവിടെ പോയി വന്ന ഒരു ആൽബങ്ങളുണ്ടല്ലോ, അവരോട് ഒരു 10 പേരെ എടുത്തിട്ട് 10 പേരുടെ ആൽബവും കളക്ട് ചെയ്ത് 10 പേരോട് സംസാരിച്ചപ്പോൾ കൃത്യ ദുബായ് കിട്ടി നമുക്ക്. ഇവിടുന്ന് അതിനകത്ത് രസകരമായ ഒരു അനുഭവം ഉള്ളത്, ഇവിടുന്ന് നമ്മൾ ദുബായിലോട്ട് പോകുന്ന ആൾക്കാർ ഇവിടുന്ന് നമ്മുടെ മലയാള കലണ്ടർ കൊണ്ടുപോകും. ബോംബെ ഡായിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നീളമുള്ള. എന്തിനാണെന്നറിയോ? അത് അവിടെ ഞായറാഴ്ചയാണല്ലോ സൺഡേ ഇത് വരുന്നത്. ഇവിടെ ഞായറാഴ്ചയല്ല റെഡ് വരുന്നത്, അവിടെ വെള്ളിയാഴ്ച റെഡ് വരുന്നത് കലണ്ടറിൽ. അപ്പൊ അതിലിങ്ങനെ നമ്മളിപ്പോ പൂരം അവിടെ മുമ്പിൽ അപ്പൊ കൊയിൻ ഫോൺ ആണല്ലോ അന്ന്. എത്തിസലാത്ത് എന്ന് പറയുന്ന കൊയിൻ ഫോണ്, കാർഡ് ഫോണോ കൊയിൻ ഫോൺ എന്തോ, അത് 80-ലാണ് ഉണ്ടാകുന്നത് ദുബായില്. 79-ൽ അത് ഉണ്ടായി. പക്ഷെ ദുബായിൽ 82-ലാണ് വന്നത്. പക്ഷെ നമ്മൾ 80-ലായിട്ട് അത് കാണിച്ചേക്കുന്നത്. അത് നമുക്ക് പിടിക്കുകയും ചെയ്തെന്ന്. നമുക്ക് എത്തിസലാത്ത് ഇല്ലല്ലോ 80. പുള്ളി കൃത്യമാണ്, ഭയങ്കര ഷാർപ്പാണ്. അപ്പം എനിക്ക് ആദ്യം പറഞ്ഞു കൊടുത്തു. പുള്ളി ഓക്കെ, പുള്ളി വഴക്കൊന്നുമില്ലല്ലോ. ചോദിച്ചു ഇല്ലല്ലോ എന്ന് പുള്ളി ചോദിച്ചു. അപ്പോൾ ആ കലണ്ടർ നമ്മൾ എഴുതി വെക്കും. പൂരത്തിൻ്റെ അന്ന് നമ്മൾ വിളിക്കണം, കൊയിൻ ഇട്ട് വിളിക്കണം. അപ്പൊ ആ കലണ്ടർ എഴുതി വെക്കും. അപ്പൊ അല്ലെങ്കിൽ ചേച്ചിയുടെ കൊച്ചിന്റെ ചോറ് കൊടുപ്പ് ആദ്യം വട്ടത്തിൽ എഴുതി വെക്കും. അങ്ങനെ കൂടെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ആ സിനിമ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയാണ്ട് ഒരുപാടുണ്ട്. വേറെ അടുത്ത് ചോദിച്ചാ പറയാം. അല്ല, ഇപ്പൊ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞപ്പോ ജ്യോതിഷേട്ടന്റെ ഒരു ഇന്റർവ്യൂല് ജ്യോതിഷേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടുന്നതിന് മുമ്പ് ആദ്യം അവാർഡ് കിട്ടിയത് മമ്മൂക്കയുടെ. അതെ, അത് കുഞ്ഞനന്ദന്റെ കടയ്ക്കാണ്. കുഞ്ഞനന്റെ കട എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു നാട്, ഒരു വഴി വരുന്നതുകൊണ്ട് ഒരു നാട് ഇല്ലാതായി പോകുന്നതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ആയിരുന്നു. ആദാവിന്റെ മകൻ അബൂര് ശേഷം സലീം അഹമ്മദ് ചെയ്ത പടം. അപ്പൊ അതിന് ഒരു രസമുള്ള ഒരു ഇത് വേണം, കവല. നമ്മൾ ഒരുപാട് കവലകൾ കണ്ടു. അങ്ങനെ സെറ്റ് ഇടാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു തുറന്ന പ്രദേശം മലയുടെ മേളിൽ ലാൻഡ്സ്കേപ്പിൽ അങ്ങനെ സെറ്റിട്ട്. അപ്പം നമുക്ക് വന്നു. പുള്ളി വന്നിട്ട് ഓർത്തത് ഇത് എന്താ പറയാ, ഈ കുഞ്ഞനന്ദന്റെ കട മാത്രമാണ് സെറ്റ് എന്നാ അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ നല്ലത് പറയുമ്പോൾ പുള്ളി അംഗീകരിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് 4 പടം ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ. 4 പടം ഹിറ്റാണ്. ലേറ്റസ്റ്റ് ബ്രഹ്മയുഗം ഇല്ലേ? ബ്രഹ്മയുഗം, അതിന് മുമ്പ് മുന്നറിയിപ്പ്. ബ്രഹ്മയുഗത്തില് അറിയിപ്പ് ബ്രഹ്മയുഗത്തില് ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ അകത്ത് ഈ ബ്രഹ്മയുഗം കണ്ട സമയത്ത് നമ്മൾ തിരിച്ചു വന്ന മനയെ കുറിച്ച് അന്വേഷിക്കുമല്ലോ. അങ്ങനെ അന്വേഷിച്ചപ്പോ അതിലൊരു വീഡിയോയില് മനയുടെ ഓണർ പറയുന്ന ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു. അതിൽ ആർട്ടിലെ ആൾക്കാരൊക്കെ ഒരു 3 ദിവസം മുമ്പൊക്കെ വന്നു. അവര് വരുമ്പോ ഈ മറ്റേ ക്യാരി ബാഗ് ഉണ്ടല്ലോ, മറ്റേ നമ്മൾ ചെടി വളർത്തുന്ന ബാഗ്, അതില് പുല്ലൊക്കെ കൊണ്ടാ വന്നത്. എന്നിട്ട് പുല്ലൊക്കെ വളർത്തി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മളെ 6-ാം തമ്പുരാനിലും ഈ നമ്മുടെ മൊയ്തീന്റെലും ഒക്കെ കണ്ടിട്ടുള്ള ഒളപ്പമണ മനയാണ് അതെന്ന് പറയേയില്ല. നമുക്കത് മനസ്സിലാവേയില്ലായിരുന്നു. പിന്നീട് വീഡിയോ ഒക്കെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. എങ്ങനെ അത് സെറ്റ് ചെയ്തെടുത്തേ? അതല്ലേ നമ്മുടെ പണി.
എന്നാലും പ്രേമവിവേകം പടത്തിന് അതിന്റെ ഞാൻ പറഞ്ഞു ഓരോ പടത്തിന് ഓരോ തരമല്ല. അതെ അപ്പൊ അതിനകത്ത് ആ മന അങ്ങനല്ല. മനയിൽ ഒരാള് ഒരു കുട്ടിച്ചാത്ത താമസിക്കുന്ന മനയാണ്. അവിടെ കൊണ്ടുവന്ന് നമുക്ക് വിളക്ക് കത്തിച്ച് വെക്കാൻ പറ്റുമോ? അതില്ല. അപ്പൊ അവിടെ എന്താ കാട് പിടിച്ചിരിക്കണം. കാട് പിടിക്കുമ്പോൾ സാറിന് വള്ളിയൊക്കെ ഇട്ടല്ലേ സാറിന് കാട് പിടിപ്പിക്കാറ്. നമ്മള് വേറൊരു പരീക്ഷണം നോക്കി. ഒരാൾ പൊക്കത്തിൽ പുല്ല് വിട്ടു വെച്ചാൽ വീട് മാറിയില്ലേ? വെറും ചെയ്യണ്ടല്ലോ. നൈസ് പണിയല്ലേ? നല്ല പൈസയായി പെടുന്നത്. 3 കോടിക്ക് മേളിലായി ആർട്ട് ഡിപ്പാർട്ട്മെന്റ് മാത്രം. അതിന് ഫോട്ടോസ് ഒന്നും അങ്ങനെ കൊടുക്കാൻ ആ കമ്പനിക്കും ആ ഡയറക്ടർക്കും താല്പര്യമില്ല. പുറത്തു കൊടുക്കാൻ ഇത് നമ്മൾ സെറ്റ് ഇട്ടതാണെന്നൊന്നും അറിയിക്കാൻ അവർക്ക് താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളാരും ഷെയർ ചെയ്തൊന്നുമില്ല. പിന്നെ ഞാൻ ഷെയർ ചെയ്തു. രാഹുലിനോട് ഇപ്പൊ ചോദിച്ചായിരുന്നു. അപ്പൊ എനിക്ക് മാതൃഭൂമിക്കാരൊരു ഇന്റർവ്യൂ ചോദിച്ചാൽ ഒരു സുഹൃത്താ പുള്ളി കുറെ കാലം കൊണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ പുള്ളിക്ക് ഞാൻ വേറെ ഒരു ഇതിന് ഞാൻ ഇന്റർവ്യൂവിനൊന്നും പോയില്ല. അതിന് കൊടുത്തിട്ട് സുഹൃത്തായിട്ട് രാഹുലിനോട് പെർമിഷൻ മേടിച്ചതിന് ശേഷം കമ്പനിയിൽ നിന്ന് പെർമിഷൻ മേടിച്ചത്. അവരുടെ കമ്പനിയിൽ നിന്ന്, പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന്. അങ്ങനെ ഇപ്പൊ ഒരു ആർട്ട് ഡയറക്ടറായിട്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണല്ലോ. അപ്പം ഓഫ് കോഴ്സ് അദ്ദേഹത്തിന് ഈ ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഭയങ്കര, അതായത് എത്രയൊക്കെ ഇതിൽ ശ്രദ്ധിക്കാൻ നോക്കിയാലും ആർട്ടിലേക്ക് നമ്മുടെ തല പോകില്ല. നമ്മൾ ചെയ്തിരുന്ന അതാണല്ലോ. അപ്പൊ നിങ്ങൾ ആസ് ആക്ടേഴ്സ് നിൽക്കുമ്പോൾ ഇവർ ചെയ്യുന്ന ചില ആർട്ട് സാധനങ്ങൾ, ചില കിടുതാപ്പുകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി വരില്ലേ? അങ്ങനെ സിനിമയിൽ, അതായത് ബീങ് എ കോമണർ, അങ്ങനെ വേറെ ഫാമിലിയിലൊന്നും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതാവുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ട് ഞെട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല ഈ ആർട്ടുകാർ ചെയ്യുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എക്സ്പീരിയൻസ്? ഞാൻ ജ്യോതിഷേട്ടൻ ഇത്തിരി മുന്നേ പറഞ്ഞതിൽ സ്റ്റെഫിയുടെ വീട് സെറ്റിട്ടിരിക്കുകയാണ്. ആ വീട് കണ്ട് ഞാൻ ഞെട്ടി. അത് സെറ്റിട്ടതാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ 10 ദിവസം മുന്നേ എത്തി. അപ്പൊ ഞാൻ ആദ്യം പോകുന്നത് ഈ വീട് കാണാനാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലം അത് കാണാനാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോ സാധാരണ ഒരു കടപ്പുറത്തുള്ളൊരു വീട്, ചെടിയൊക്കെ ഉണ്ട് വീടിന്റെ മുറ്റത്തൊക്കെ നിറയെ. അതും എത്രയോ നാള് മുന്നേ നട്ട് വളർത്തിയിരിക്കുന്ന ചെടി, അല്ലാണ്ട് അപ്പൊ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നൊന്നുമല്ല. 2 ദിവസം കൊണ്ട് വാടിപ്പോകുന്ന ചെടിയൊന്നുമല്ല. അങ്ങനെ അതൊരു ശരിക്കും അവിടെ ആൾതാമസമുള്ള ഒരു വീട്, അല്ലെങ്കിൽ എത്രയോ നാളുകളായിട്ട് ആളുകൾ താമസിക്കുന്ന ഒരു വീട് പോലെ അതിനെ ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ മുറി, സ്റ്റെഫിയുടെ മുറിയിൽ എൻ്റെ ഒരു ഫോട്ടോ, ആ ഫോട്ടോ ഒക്കെ എവിടുന്ന് കിട്ടിയെന്ന് പോലും അറിയില്ല. എൻ്റെ ഒരു ഫോട്ടോ, പിന്നെ അല്ലല്ല എൻ്റെ ഒരു ടീനേജിലുള്ള ഒരു ലുക്കിലുള്ള ഫോട്ടോ. പിന്നെ എൻ്റെ ഇതിൽ പേര് സ്റ്റെഫിഗ്രാഫ് എന്നാണ്. അപ്പൊ ആ സ്റ്റെഫിഗ്രാഫ് എന്നുള്ള പേര് വന്നിരിക്കുന്ന സാധനം അതൊക്കെ അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അതുപോലെ എൻ്റെ ചെറുപ്പത്തിലെ ഒരു ഫോട്ടോ, പക്ഷെ അത് എൻ്റെ ഫോട്ടോ അല്ല, പക്ഷെ കാണുമ്പോൾ അത് തീർച്ചയായിട്ടും എൻ്റെ ഫോട്ടോ ആണെന്ന് തോന്നുന്ന പോലെ. നമ്മൾ സാധാരണ ഒരു പെൺകുട്ടിയുടെ മുറിയിലുള്ള, അതുപോലെ മറ്റേ നിറയും കളർഫുൾ ഇതുള്ളതില്ലേ, ചാന്ത് പൊട്ടില്ലേ, കളറുള്ള അത്, അങ്ങനത്തെ ഒരു ഇത്. പിന്നെ കുട്ടിക്കൂറ പൗഡർ ഉണ്ട്. അങ്ങനെ കുറെ സാധനങ്ങള് ഈ മുറിയിൽ, അതായത് ആ മുറിയിൽ ആരോ ശരിക്കും താമസിക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് തോന്നുള്ളൂ. ഇത് ഈ പുറകിൽ കാണുന്ന പോസ്റ്ററിൽ ഉള്ളത് ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീടിന്റെ അടുക്കളയാണ്. അപ്പൊ എനിക്ക് ഈ വീട് സെറ്റിട്ടതാണെന്ന് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജ്യോതിഷേട്ടന്റെ കണ്ണ് ആർട്ടിലേക്ക് ഉറപ്പായിട്ടും ജ്യോതിഷേട്ടൻ പറയുകയും ചെയ്യും, എന്നെ കൊണ്ട് അല്ലെ ഇത് എന്റെ സിനിമയായിട്ട് നീ ഒന്ന് എന്നെ നാണം കെടുത്തരുത്. അതായത് ഞാനൊരു ആർട്ട് ഡയറക്ടറായിട്ട് വന്നിട്ട് എന്റെ സിനിമ ഞാൻ ഡയറക്ടറായിട്ട് വരുമ്പം എന്റെ പടത്തിലെ ആർട്ട് മോശമായി എന്ന് ആരും പറയരുത് എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം കണ്ടിന്യൂറ്റി, ആർട്ടിന്റെ കാര്യങ്ങളിലുള്ള കണ്ടിന്യൂറ്റി എപ്പോഴും ശ്രദ്ധിക്കും. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, മരിയാനോടെ വീട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വീട് എങ്ങനെയാന്ന് വെച്ചാൽ അവിടെ നിലത്ത്, അത് അവിടെ കായലിനോട് ചേർന്നിട്ടുള്ള വീട്. അപ്പൊ അവിടെ എപ്പോഴും വെള്ളം കയറുന്ന, അപ്പോ അതിന്റെ കണ്ടിന്യൂറ്റി കൃത്യമായിട്ട് അവിടെ നോക്കിയിട്ടുള്ളത് ജ്യോതിഷേട്ടനാണ്. അവിടെ ആട്ടിലുള്ളവര് പോലും ഇപ്പൊ ഞങ്ങളൊരു ടേക്കിന് അവിടെ നിൽക്കുക, ഒരു ഷോട്ടിന് നിൽക്കുമ്പോ എടാ അവിടെ വെള്ളം ഒഴിക്കടാ, അവിടെ വെള്ളം ഇല്ല എന്നുള്ള രീതിക്ക് അത്രയും കാര്യങ്ങൾ ഇതില് ഡീറ്റെയിൽസ് നോക്കിയത് ജ്യോതിഷേട്ടൻ തന്നെയാണ്. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, നമ്മളെ ഫ്രെയിം കാണുന്നതേ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ചരിത്രമാണല്ലോ. അതെ, അതവിടെ കിടക്കും. അപ്പൊ ആ ഫ്രെയിം എന്ന് പറയുന്നത് ചരിത്രത്തിലേക്കുള്ള ഒരു ഞാൻ ഓക്കെ പറഞ്ഞ ചരിത്രമായി. അതില് നമുക്ക് ആ ടൈം കൊണ്ട് എന്തൊക്കെ നന്നാക്കാവോ അത്രയും നന്നാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കലാ സംവിധാനത്തിൽ നിന്ന് കിട്ടിയൊരു ക്വാളിറ്റിയാണത്. ഡീറ്റെയിലിംഗ്. അപ്പൊ അത് ആ ഭാഗം, അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറുത് പറ്റുന്നത്. ഇപ്പം നമ്മൾ ഓക്കെ ശരി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അഭിനയിച്ചു തുടങ്ങും, ഇവരുടെ ഗംഭീര പെർഫോമൻസ് ആയിരിക്കും. അപ്പോൾ അവിടെ വെള്ളമുണ്ടോ ഇതുണ്ടോ എന്നുള്ളതല്ല, നമ്മുടെ ഇമോഷൻ കിട്ടിയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് നമുക്കൊരു സെക്കൻഡ് കിട്ടുന്നെങ്കിൽ നോക്കുന്നതോട് തെറ്റൊന്നുമില്ല. അത് ആർട്ടെന്നല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റും നോക്കും. ഡയറക്ടറിനെ സ്ഥിതിക്ക് എല്ലാവരും എല്ലാം നോക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഊഹം.
കോസ്റ്റ്യൂം ആയാലും മേക്കപ്പിന്റെ കണ്ടിന്യൂറ്റി ആയാലും ആക്ഷൻ കണ്ടിന്യൂറ്റി ആയാലും ഇപ്പം ഇവർ ഒരു ഷോട്ട് ആയി കഴിഞ്ഞാൽ ഇവരെല്ലാം പോയി തമാശയും പറഞ്ഞപ്പുറം ഇരിക്കും. ഈ ഫീൽ എൻ്റെ മനസ്സിലാണ് കിടക്കുന്നത്. ഇവർ തിരിച്ചു വരും, തിരിച്ചു വരുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കണം. ഫീല് ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. നമ്മള് അല്ല ഇവർ ചിലപ്പോൾ കിട്ടും, പക്ഷെ എന്നാലും നേരത്തെ ടേക്കിന്റെ പോലെ ആവത്തില്ല. അത് ഇവരുടെ ഉത്തരവാദിത്വമല്ല, അത് ഡയറക്ടർ ഉത്തരവാദിത്വമാണ്. അതെ. അപ്പൊ നമ്മള് ഇങ്ങനെ ആലോചിക്കട്ടെ, നേരത്തെ ഇതല്ലല്ലോ പറഞ്ഞ്. അപ്പൊ ചിലപ്പോ പഴംപൊരി കൊള്ളത്തില്ലെന്നായിരിക്കും ഇവര് മാറിയെന്ന് കഥ പറഞ്ഞ് ചായ കുടിച്ചിട്ട് എന്നിട്ട് തിരിച്ചു വരുമല്ലോ. ഇവിടെ ചങ്കുപൊട്ടി നമ്മൾ ഇരിക്കുന്നത്. എനിക്ക് പ്രാണവേദന അവർക്ക് വീണതായിരുന്നു.